ഭാവിക്ക് കാട്ടിൽ മേക്കതിൽ ചോറൂണ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ കുടുംബക്ഷേത്രത്തിലും കൂടെ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഫോട്ടോസാണ്. അപ്പം അന്ന് നമുക്ക് അവിടെ പൂജയും കൂടെ ഉണ്ടായിരുന്നു, ഉദയാസ്തമന പൂജ. അപ്പോൾ ആ പൂജ കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ പ്രസാദം കിട്ടും കേട്ടോ. സാധാരണ ഇതുപോലെ പൂജയൊക്കെ കഴിഞ്ഞ് ഇങ്ങനത്തെ പ്രസാദം കിട്ടുമ്പോൾ എൻ്റെ സ്ഥിരം പരിപാടിയാണ് ഇത് വെച്ചിട്ട് ചെറിയ രീതിയിലൊരു തട്ടിക്കൂട്ട് സർബത്ത് ഉണ്ടാക്കുന്നത്. കടയിൽ നിന്ന് മേടിക്കുന്ന പാൽ സർബത്തിന്റെ അതേ ടേസ്റ്റ് ഒന്നും അല്ലെങ്കിലും നമുക്കൊരു തട്ടിക്കൂട്ടിൽ സെറ്റാക്കാം. അത് മാത്രമല്ല, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രം മതി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം ഓരോന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുത്തു. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് എത്രയാണോ മധുരത്തിന് ആവശ്യം അത്രയും പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ടത് പാലാണ്. അപ്പോൾ ആവശ്യത്തിന് പാലും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് കസ്കസ് നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്നിളക്കി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് സർബത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇഷ്ടപ്പെട്ട